വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വീണ്ടും കടുവാഭീതിയിൽ. ഇന്നലെ വളർത്തു പശുവിനെ പിടിച്ച കടുവയെ തൊഴിലാളികൾ ഇന്ന് കാണുകയും ചെയ്തു. തൊഴിൽ നിർത്തിവെച്ച് സമരം ചെയ്യാൻ ഒരുങ്ങുന്നു. ഇതേസമയം റഡാറിൽ ഇതുവരെ റേഡിയോ കോളർ ഘടിപ്പിച്ച കടുവ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്ന് വനം വകുപ്പ്. ஒரு 6 மணியாകുമ്പോൾ வாட்சர் ஃபோன் பண்ணார். பண்ண கடுவா மாடை பிடிச்சிருக்கு, உங்கள் மெம்பர் வீட்டில் உள்ள மாடை பிடிச்சிருக்குன்னு சொல்லி ஃபோன் பண்ணார். அப்போ உடனே போர்ஸ்டாலும் ஃபோன் பண்ணி சொல்லி டாக்டர் வந்து பார்த்தாங்க. கடுவா தான் பிடிச்சிருக்குன்னு சொல்லி அவங்களுக்கு கன்ஃபார்ம் பண்ணாங்க. அது வந்து போர்ஸ்டாருங்க வராங்க, வந்துட்டு அப்படி பார்த்துட்டு போயிட்டுருக்காங்க. இங்கே ஆளுக்கு வேலைக்கு ஒன்றும் போக முடியாமல் இருக்காங்க. பயங்கர புத்திமுட்டு. இவங்க காட்டுக்கு 5 பேர் 6 பேர் தான் வேலைக்கும் போகிறாங்க. ഒറ്റയ്ക്ക് തനി കാട്ടിൽ പോയി വേല ചെയ്യുകയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്നലെയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമ്പി ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ മതിയഴകൻ എന്നയാളുടെ വളർത്തു പശുവിനെ കടുവ പിടിച്ചത്. എന്നാൽ ഗുരുതര പരുക്കുകളോടെ കടുവ വീട്ടിലേക്ക് ഓടിയെത്തുകയും ചെയ്തു. തുടർന്ന് ഇന്നലെ തന്നെ വനം വകുപ്പിൽ വിവരമറിയിച്ചത് അനുസരിച്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ തൊഴിലാളികൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഗ്രാമ്പി എസ്റ്റേറ്റ് 3-ാം നമ്പർ ഭാഗത്ത് കടുവയെ കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞു. நாங்கள் இந்த 3ஆம் நம்பர் கொழுந்தெடுக்க வந்து 5ஆம் நம்பர் காட்டில் அங்கே போய் எடுக்கும்போது அங்கேருந்து அந்த ரோட்டுக்கு மேலே இருந்து நாங்கள் பார்க்கும்போது இந்த 3ஆம் நம்பரில் அந்த மொட்டையில் கடுவா இறங்கி போனது நாங்கள் எல்லோரும் நின்று பார்த்தோம். நாங்கள் அங்கேருந்து சட்டை போட்டோமோ அந்த கடுவா கிளமாற இறங்கி போச்சு. ஆனால் எங்கிட்டு போச்சுன்னு தெரில. ஆனால் நாங்கள் 12 மாதம் ஆச்சு எங்களுக்கு சம்பளம் கொடுத்து. எங்கள் காட்டில் நாங்கள் கீழே இறங்கி வேலை செய்ய முடியல. காடை பார்த்தா பயங்கர வனமாக கிடக்கு. எங்களுக்கு கஞ்சி குடிக்க வழி இல்லைன்னு சொல்லி தான் நாங்கள் அந்த காட்டுக்குள்ளே இறங்கி நாங்கள் எங்கள் பேருக்கு வேணும்னு சொல்லி நாங்கள் அதில் கொழுந்து எடுத்துக்கிட்டு இருக்கோம். இப்படி கடுவான்னு சொல்லும்போது நாங்கள் இந்த எஸ்டேட்டில் எப்படி வேலை செஞ்சு நாங்கள் முன்னேறி போகிறது. எங்களுக்கு ஏதாவது முடிவு கிடைச்சாதான் நாங்கள் இன்னைக்கு காட்டுக்கு இறங்கி வேலை செய்வோம். ஃபாரஸ்ட்டுக்காரங்க வந்துட்டு அவங்க இல்லைன்ட்டு அவங்க போயிட்டாங்க. நாங்கள் ஆனால் காட்டுக்குள்ளே இறங்க மாட்டோம். நாங்கள் இங்கே இப்போ எங்களுக்கு ஏதாவது முடிவு வேணும் இன்னைக்கு. அதான் இந்த தலைவர் மாதிரிலாம் கூப்பிட்டு வச்சுருக்கோம். இந்த கடுவாயை பிடிச்சாதான் நாங்கள் காட்டுக்கு இறங்கி இன்றைக்கி வேலை செய்வோம். ഈ കടുവ ഇവിടെ വന്നിട്ടേ ഇപ്പോൾ അർണക്കലും ഗ്രാമ്പി ഒക്കെ സൈഡുമായിട്ട് ഇപ്പോൾ 2 മാസമായി കടുവ ഇവിടെ വന്നിട്ട്. 1.5 മാസമായിട്ട് അർണക്കലാണ് കടുവ തമ്പടിച്ചത്. അവിടെ ഒരു പശുവിനെ പിടിച്ചു, ഒരു പട്ടിയെ പിടിച്ചു. അത് പലപ്പോഴും നമ്മൾ മേൽ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ടും അവർ ഇപ്പോൾ വന്നിട്ട് രോഡാക്കൾ പിടിപ്പിച്ച കടുവയാണ്. അത് മൂന്നാറിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതാണ്. അത് കൂട്ടിനകത്തൊന്ന് കേരളത്തിലത് പറഞ്ഞ് അവർ പറഞ്ഞിട്ട് തന്നെ 2 കൂടി ഇവിടെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞിപ്പോൾ ഒരു 3-4 ടൈമായിട്ട് ഇപ്പോൾ ആൾക്കാർ കണ്ട് ഫോറസ്റ്റുകാരനെ വിളിച്ച് പറയുക. ഇന്നും രാവിലെ ഈ തൊഴിലാളി ഇവിടെ ഓപ്പോസിറ്റിൽ കൊണ്ടുവെടുക്കാൻ വരുന്ന സമയത്ത് ആ കടുവയെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ നേതാക്കന്മാരെയും വിളിച്ചു, ഞങ്ങളെ ഫോറസ്റ്റുകാരെയും വിളിച്ചു. ഫോറസ്റ്റുകാർ ഇപ്പോൾ വന്ന് കാണിക്കുന്ന പണിയെന്ന് പറഞ്ഞാൽ അവർ ഈ റോഡാക്കളർ പിടിപ്പിച്ച ഒരു GPS കാണിക്കുന്ന ഒരു ചെറിയൊരു ടോൺ പോലെ സാധനം വെച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുക, കടുവ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ പോവുക. ഇപ്പോൾ സർവ്വമായിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ട് അതാണ് ഇവരുടെ പണി കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ആലോചിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ജനവാസ മേഖലയിൽ ഈ കടുവ ഭീതി പരത്തുന്ന രീതിക്ക് വരുന്ന സ്ഥിതി കാരണം കൊണ്ട് വരുന്ന തിങ്കളാഴ്ച ഇവിടെ ജനങ്ങൾ മൊത്തം പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. എന്നാൽ ഇതേസമയം റേഡിയോ കോളർ ഘടിപ്പിച്ച കടുവ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല. മറ്റ് ഏതെങ്കിലും മൃഗമായിരിക്കും പശുവിനെ ആക്രമിച്ചത്. കടുവയാണ് ആക്രമിച്ചതെങ്കിൽ പശു തിരികെ വീട്ടിലേക്ക് വരാൻ സാധ്യതയില്ല. എന്തായാലും കടുവയ്ക്ക് വേണ്ടിയുള്ള നിരീക്ഷണം തുടരുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.